മക്കളെ, ജെറൂസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റിന്റെ പ്രാർത്ഥനയ്ക്ക് ഇതാ നമ്മൾ സജ്ജമായി കഴിഞ്ഞു. നൊയിമ്പിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഉപവാസങ്ങളെടുത്തും പരിത്യാഗങ്ങളെടുത്തും കഴിഞ്ഞുപോയ കാലത്തിലെ പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കുന്ന കാലഘട്ടമാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളും യുവജനങ്ങളും ദമ്പതികളും ഏകസ്ഥരും വയോവൃദ്ധരും പ്രേക്ഷിതരും അപ്പസ്തോലന്മാരും ഒരുമിച്ച് ഇതാ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. ഈ യാത്രയിൽ ദൈവം പലതരത്തിലുള്ള സങ്കടങ്ങളും സഹനങ്ങളും ദൈവം യാത്രയാക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക വചനം. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി മാറും. മകളെ, പ്രവൃത്തികളുടെ വിജയമല്ല, പ്രവൃത്തികളുടെ പിന്നിലുള്ള സഹനമാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. പ്രവൃത്തികളുടെ വിജയമല്ല കർത്താവ് നോക്കുന്നത്, പ്രവൃത്തികളുടെ പിന്നിലുള്ള സഹനമാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത്. നീ ഒരു വിദ്യാർത്ഥിയായിരിക്കാം. നീ എന്തുമാത്രം സഹിച്ച് പഠിക്കുന്നു എന്നതിനേക്കാൾ നീ എന്തുമാത്രം സഹിച്ച് പഠിക്കുന്നു, എന്തുമാത്രം ഇഷ്ടത്തോടെ പഠിക്കുന്നു, അവിടെയാണ് കർത്താവ് വിജയം തരുന്നത്. ദൈവം ശ്രദ്ധിക്കുന്നത് നമ്മുടെ വിജയമല്ല, വിജയത്തിൻ്റെ പിന്നിലുള്ള പരിശ്രമമാണ് കർത്താവ് കാണുന്നത്. നമ്മളുടെ സഹനത്തെ നിഷ്പ്രയോജനമാക്കി മാറ്റുന്നത് പിറുപിറുപ്പാണ്. പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അനുസരിക്കുമ്പോഴും ദൈവവേല ചെയ്യുമ്പോഴും പിറുപിറുത്തുകൊണ്ട് ഒരാൾ അതിനെ സ്വീകരിക്കുമ്പോൾ ആ ദൈവകൃപ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് നമ്മൾ ആരെങ്കിലും നമ്മെ പീഡിപ്പിക്കട്ടെ, നമുക്കെതിരായി സംസാരിക്കട്ടെ, വേദനകൾ ഉണ്ടാകട്ടെ, ആ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു വലിയ അനുഗ്രഹമായി മാറും. അനുഗ്രഹം തരുന്ന കർത്താവിൻ്റെ സ്വരം നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റൊലിക്കൊള്ളട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.